ആയുർവേദ വിധിപ്രകാരം നവജാത ശിശുവിന്റെ കുളി എങ്ങനെയായിരിക്കണം, എന്തൊക്കെ മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ ഡോക്ടർ അശ്ബു ജേക്കബ്. ആയുർവേദത്തിൽ കുട്ടിയുടെ ശരീരവികാസത്തിനും മാനസികാരോഗ്യത്തിനും ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. കൗമാരപ്രത്യം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നത് വരെയുള്ള അവസ്ഥയെ നമ്മൾ ജാതമാത്രൻ എന്നാണ് പറയുന്നത്. അടുത്തത് സദ്യോജാതൻ, ആദ്യത്തെ 24 മണിക്കൂർ. അടുത്തതായി വരുന്നതാണ് നവജാതൻ. ഒരു കുട്ടി ജനിച്ച് ആദ്യ 20 ദിവസം എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ ഓരോ കാറ്റഗറിക്കും പ്രത്യേകം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ആയുർവേദം പ്രത്യേകം പറയുന്നു. നവജാത ശിശു പരിചയയിൽ ഏറ്റവും പ്രധാനമാണ് ശിശുവിന്റെ കുളി. ഒരു വീട്ടിൽ ഒരു പുതിയ കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് എപ്പോഴാണ് കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്. ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 24 മുതൽ 48 മണിക്കൂറിന് ശേഷം മാത്രമേ കുഞ്ഞിനെ കുളിപ്പിക്കാവൂ. കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ ശരീരത്തിൽ ഒരു വൈറ്റ് കവറിംഗ് ഉണ്ടാകും. അതിനെ വെർണിസ് കാസിയോസ എന്നാണ് പറയുന്നത്. കുട്ടിയുടെ ചർമ്മത്തിലെ സ്വാഭാവികമായ ചൂട് നിലനിർത്താനും അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസിങ് ആക്ഷനുമാണ് ഈ ഒരു പാളിക്കുള്ളത്. ഇത് മാക്സിമം കുട്ടിയുടെ ദേഹത്തിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. 48 മണിക്കൂറിന് ശേഷം മാത്രം കുഞ്ഞിനെ കുളിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിപ്പിക്കുക. പിന്നെ വരുന്ന ഒരു കാര്യമാണ് എപ്പോഴും കുട്ടിയുടെ ബർത്ത് വെയ്റ്റ് 2.5 കിലോ ആയതിനു ശേഷം മാത്രം കുഞ്ഞിനെ കുളിപ്പിക്കുക. കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള എണ്ണ നമ്മൾ സെലക്ട് ചെയ്യുക. ഏറ്റവും ഉത്തമം വെന്ത വെളിച്ചെണ്ണയാണ്, ഇല്ലെങ്കിൽ ലാക്ഷാദി കേരമോ നാൽപ്പാമരാതി കേരമോ നമ്മൾക്ക് ഉപയോഗിക്കാം. അധികം വിശപ്പോ നിറഞ്ഞ വയറോ ഇല്ലാത്ത സമയത്ത് കുട്ടി ശാന്തനായിരിക്കുന്ന സമയത്ത് വേണം എപ്പോഴും നമ്മളെ കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു ചൂടുള്ള അന്തരീക്ഷം തിരഞ്ഞെടുക്കുക. റൂമിന്റെ അകത്ത് കുളിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനുശേഷം കുട്ടിയുടെ ദേഹത്ത് മൃദുവായി എണ്ണ പുരട്ടി കൊടുക്കുക. എപ്പോഴും നമ്മൾ വളരെ മൈൽഡായിട്ട് വേണം കുട്ടിയെ മസാജ് ചെയ്യാനായിട്ട്. എണ്ണ തേച്ചതിന് ശേഷം മാക്സിമം 5 മിനിറ്റ് നേരമേ കുട്ടിയെ ഇടാവൂ. അതിനുശേഷം മൃദുവായ ചൂടുവെള്ളത്തിൽ കുട്ടിയെ കുളിപ്പിക്കുക. അടുത്ത ദിവസം മുതൽ നമുക്ക് എണ്ണ പുരട്ടിയിടുന്ന സമയം കൂട്ടി കൊണ്ടുവരാം. മാക്സിമം 25 മിനിറ്റ് വരെ കുട്ടിയുടെ ദേഹത്ത് എണ്ണ പുരട്ടി നമുക്ക് ഇടാവുന്നതാണ്. കുട്ടിയെ കുളിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ മൃദുവായ ടവലിൽ കുട്ടിയെ പൊതിഞ്ഞ് കുട്ടിയുടെ ശരീരോഷ്മാവ് നിലനിർത്തേണ്ടതാണ്. കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്ത് പൊക്കിൾക്കൊടിയിൽ എണ്ണയും വെള്ളവും സോപ്പും പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പോയാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എപ്പോഴും ഒരു കുളി കുട്ടിക്കും അമ്മയ്ക്കും ഒരു പുതിയ അനുഭവമായിരിക്കണം. കുട്ടിയെ പ്രത്യേകം കരുതലോടെ വേണം കുളിപ്പിക്കാനായിട്ട്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം.